നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 9 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളൊക്കെ പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ: AFMS BSc നഴ്സിംഗ്, BVSc ആൻഡ് AH പ്രവേശനം നീറ്റ് വഴി. വെല്ലൂരിൽ MBBS BSc നഴ്സിംഗ് അപേക്ഷ മാർച്ച് 21 വരെ. JEE മെയിൻ പേപ്പർ 2 ഫലം പ്രഖ്യാപിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം, ഫ്ലോട്ടിംഗ് സംവരണം നിർത്താൻ സർക്കാർ തീരുമാനം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു: BVSc ആൻഡ് AH അഖിലേന്ത്യാ കോട്ട പ്രവേശനം നീറ്റ് UG വഴി. വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകൃത വെറ്ററിനറി കോളേജുകളിലെ 2024-25 അക്കാദമിക് വർഷത്തെ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി കോഴ്സിലുള്ള 15% അഖിലേന്ത്യാ കോട്ട സീറ്റുകൾ നീറ്റ് UG വഴി. ഈ പ്രവേശനത്തിൽ താൽപ്പര്യമുള്ളവർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മെയ് 5 നടത്തുന്ന നീറ്റ് UG അപേക്ഷിച്ച് യോഗ്യത നേടണം. കൂടുതൽ വിവരങ്ങൾക്ക് vci.dahd.gov.in ലഭ്യമാണ്. നീറ്റ് UGക്ക് ശനിയാഴ്ച വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വാർത്ത: AFMS BSc നഴ്സിംഗ് പ്രവേശനം നീറ്റ് UG വഴി. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് നഴ്സിംഗ് കോളേജുകളിലെ 2024 BSc നഴ്സിംഗിന് പ്രവേശനം നീറ്റ് UG 2024 വഴിയായിരിക്കും. ഇതിൻ്റെ പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രമാണ്. താൽപ്പര്യമുള്ള പെൺകുട്ടികൾ നീറ്റ് UGക്ക് അപേക്ഷിച്ച് യോഗ്യത നേടണമെന്ന് AFMS അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട യോഗ്യത, പ്രവേശന വ്യവസ്ഥകൾ തുടങ്ങിയവ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ യഥാസമയം പ്രസിദ്ധപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindianarmy.nic.in ലഭ്യമാണ്. ഇനി ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നു: വെല്ലൂരിൽ MBBS BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രവേശന വിജ്ഞാപനം admissions.cmcvellur.ac.in അപേക്ഷ മാർച്ച് 21 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പ്രമുഖ സ്ഥാപനമായ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ 2024 വർഷത്തെ മെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. മുഖ്യധാര പത്രങ്ങൾ ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്ന ഈ വാർത്ത അതിൻ്റെ പ്രാധാന്യം നഷ്ടമാകാത്തതുകൊണ്ടാണ് ഇന്ന് ജന്മഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ MBBS BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് ബിരുദ കോഴ്സുകളും, ഗ്രൂപ്പ് ബിയിൽ ഡിപ്ലോമ കോഴ്സുകൾ, നേഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് തുടങ്ങി ഏതാണ്ട് 21ഓളം കോഴ്സുകളാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശന യോഗ്യതയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് A-B വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് ഓൺലൈനായി മാർച്ച് 21 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രാർ cmcvellur.ac.in എന്ന ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ വിദ്യാഭ്യാസ വാർത്തയിൽ ഒരു ചെറിയ കോളത്തിൽ പറഞ്ഞിരിക്കുന്നു: JEE മെയിൻ പേപ്പർ 2 ഫലം, ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ പേപ്പർ 2വിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു. പേപ്പർ 2A BRക്കിൽ കേരളത്തിൽ K ദേവപോൾ ജോയി 99.94 NTA സ്കോർ നേടി മുന്നിലെത്തി. പേപ്പർ 2B പ്ലാനിങ്ങിൽ Y സജ്ജന 99.94 സ്കോർ നേടി. കൂടുതൽ വിവരങ്ങൾക്ക് www.nta.ac.in എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ മാധ്യമം പത്രത്തിൻ്റെ 5-ാമത്തെ പേജിൽ ഒരു പ്രധാന വാർത്തയായിട്ട് വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു: ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കൽ, സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പിന്നോക്ക വിദ്യാർത്ഥികൾ 50% കുറയും. ഇതേ വാർത്ത തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി മലയാള മനോരമയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മലയാള മനോരമയുടെ ആ വാർത്ത പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിരിക്കുകയാണ്: എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശനം, ഫ്ലോട്ടിംഗ് സംവരണം നിർത്താൻ സർക്കാർ തീരുമാനം, കത്ത് നൽകി. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശനങ്ങൾക്ക് ഇപ്പോഴുള്ള ഫ്ലോട്ടിംഗ് സംവരണ രീതി നിർത്തലാക്കാൻ സർക്കാർ തീരുമാനം.
ഫ്ലോട്ടിംഗ് സംവരണം കാരണം വയനാട്, ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സംവരണ വിദ്യാർത്ഥികൾ മാത്രമായി മാറുന്നുവെന്ന പരാതി കൂടി കണക്കിലെടുത്താണ് നടപടിയെന്നും മന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. ഇനി എന്താണ് ഫ്ലോട്ടിംഗ് സംവിധാനം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മനോരമ. പിന്നോക്ക വിഭാഗത്തിലെ ഒരു കുട്ടിക്ക് മെറിറ്റിലും സംവരണാടിസ്ഥാനത്തിലും മെഡിക്കൽ പ്രവേശനത്തിന് അർഹതയുണ്ടെന്ന് കരുതുക. സംവരണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മെറിറ്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമാണ് ഒഴിവുകൾ. എന്നാൽ ആ കുട്ടിക്ക് താൽപ്പര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണെങ്കിൽ ആലപ്പുഴയിലെ മെറിറ്റ് സീറ്റ് തിരുവനന്തപുരത്തേക്ക് മാറ്റി അവിടെ പ്രവേശിപ്പിക്കും. തിരുവനന്തപുരത്തെ സംവരണ സീറ്റ് ആലപ്പുഴയിലേക്ക് മാറ്റും. ആലപ്പുഴയിൽ ഒരു മെറിറ്റ് സീറ്റ് കുറയുകയും ഒരു സംവരണ സീറ്റ് കൂടുകയും ചെയ്യും. പിന്നീട് പിന്നോക്ക വിഭാഗത്തിലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് ആലപ്പുഴയിൽ പ്രവേശനം ലഭിക്കും. സംസ്ഥാനത്തെ ആകെ സംവരണ സീറ്റുകളിൽ കുറവ് വരില്ല. പക്ഷേ ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തലാക്കിയാൽ തിരുവനന്തപുരത്തെ സംവരണ സീറ്റ് മെറിറ്റ് സീറ്റായി കരുതി അതിൽ സംവരണാർഹതയുള്ള മെറിറ്റ് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കും. ഫലത്തിൽ ഒരു സംവരണ സീറ്റ് നഷ്ടമാകും. കോളേജുകൾ തമ്മിൽ സീറ്റ് വെച്ച് മാറുന്ന രീതി ഉണ്ടായിരിക്കില്ല. അങ്ങനെ പല സംവരണ സീറ്റുകളും സംസ്ഥാനത്ത് നഷ്ടപ്പെടും. മെറിറ്റ് സീറ്റുകൾ അതനുസരിച്ച് കൂടുകയും ചെയ്യും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.